ഓഹരി വിപണി തുറന്നപ്പോൾ ദേ കിടക്കുന്നു അദാനി താഴെ. ഈ വർഷത്തെ വിപണി കണ്ട ഏറ്റവും വലിയ കൂപ്പുകുത്തൽ. മിനിറ്റുകൾക്കകം ഇങ്ങനെ തകർന്നടിയാൻ മാത്രം എന്താണ് സംഭവിച്ചത്? അദാനി ഗ്രൂപ്പ് ഓഹരികളിലെ നിക്ഷേപകർക്ക് 12 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കാൻ കാരണമെന്താണ്? അദാനി ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഗൗതം അദാനിക്കെതിരെ അഴിമതി, കൈക്കൂലി കുറ്റങ്ങൾ ചുമത്തി ന്യൂയോർക്ക് കോടതി കേസെടുത്തതിന് പിന്നാലെയാണ് ഇത്തരമൊരു തിരിച്ചടി. US നിക്ഷേപകരെ പറ്റിച്ചെന്നും കരാറുകൾ ലഭിക്കാൻ കൈക്കൂലി നൽകിയെന്നതുമാണ് അദാനിക്കെതിരെയുള്ള കേസ്. അദാനിക്കെതിരെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവുകൾ, അസുർ പവർ ഗ്ലോബൽ പവർ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കബനീസ് എന്നിവർക്കെതിരെയും സമാന കുറ്റം ചുമത്തിയിട്ടുണ്ട്. സൗരോർജ്ജ കരാറുകൾ അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നതിനായി 2237 കോടി രൂപ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നതാണ് അദാനിക്കെതിരെ ചുമത്തിയ കുറ്റം. ബില്യൺ ഡോളറുകൾ മൂല്യമുള്ള കരാറുകൾ സ്വന്തമാക്കാൻ കൈക്കൂലി വാഗ്ദാനം ചെയ്തെന്നും ആരോപണമുണ്ട്. 200 കോടി ഡോളർ ലാഭം ലക്ഷ്യമിട്ടാണ് ഇത്തരം നീക്കങ്ങൾ നടത്തിയത്. മൾട്ടി ബില്യൺ ഡോളർ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് US നിക്ഷേപകരെ കബളിപ്പിച്ചുവെന്ന കുറ്റവും അദാനിക്കെതിരെയുണ്ട്. 10 മുതൽ 20% വരെയാണ് അദാനി ഓഹരികൾ കൂപ്പുകുത്തിയത്. അദാനി എന്റർപ്രൈസസ്, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ഗ്രീൻ, അദാനി പോർട്ട് തുടങ്ങിയ ഓഹരികളുടെ വിലകൾ വ്യാപാരത്തിനിടെ 20%-ഓളം ഇടിഞ്ഞു. അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി പവർ തുടങ്ങിയ ഓഹരികളിൽ 15%-ഓളം ഇടിവുണ്ടായി. അദാനി വിൽമർ, അംബുജ സിമന്റ്സ് തുടങ്ങിയ മറ്റ് അദാനി ഗ്രൂപ്പ് ഓഹരികൾ 10%-ഓളം ഇടിഞ്ഞു. NDTVയുടെ ഓഹരികളും 11% ഇടിഞ്ഞു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ശേഷം ഇങ്ങനെയൊരു തിരിച്ചടി അദാനിക്ക് കിട്ടുന്നത് ഇതാദ്യമാണ്. ലിസ്റ്റ് ചെയ്ത അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം 11,91,000 കോടിയായി കുറഞ്ഞതോടെ 2.60 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വിപണിയിൽ അദാനി എന്ന് തിരിച്ചു കയറുമെന്നാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. കേസിൽ അദാനി ഗ്രൂപ്പിന്റെ തുടർ നീക്കങ്ങൾക്കും നിയമ നടപടികൾക്കും അനുസരിച്ച് മാത്രമാകും കൂപ്പുകുത്തലിൽ നിന്ന് കരകയറുമോ എന്ന് നിശ്ചയിക്കാനാവുക.